അനുവദിച്ച സമയത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട് ചോദ്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ധാരാളം പ്രവർത്തകർ ഇവിടെ മഴയത്ത് വരെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഅർ മുബാറക്കുമായി ബന്ധപ്പെട്ട് ഇഷ്കാലുകൾ തീർത്ത് ആ വിഷയമായി ഇനി നമുക്ക് ഒരുപാട് ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഉണ്ട്. മുടിയുടെ നീളവുമായി ബന്ധപ്പെട്ട്, അതുപോലെ നമ്മളെ നിയൽ, പുതിയൊരു ചോദ്യം ഒരാൾ എഴുതി കൊടുത്തിട്ടുണ്ട്, നിയലുമായി ബന്ധപ്പെട്ട്, അതുപോലെ DNA ടെസ്റ്റ് നടത്തിക്കൂടെ, ഇതൊക്കെ ചോദ്യങ്ങളായി ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രസക്തമായ ചോദ്യങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വരാം. അദ്ദേഹം SKSF കാരനല്ലാന്ന് നേരത്തെ പറഞ്ഞു. ഞങ്ങൾ കാത്തിരിക്കുന്നത് അവരെ തന്നെയാണ്. SK-കാരോ മുജാഹിദുകളോ നേരിട്ട് വന്നാൽ ഈ വിഷയങ്ങൾ നേരെ തീർക്കാവുന്നതാണ്. അദ്ദേഹം ചോദിച്ചതിന്റെ ഇഷ്കാല് അത് ഇനി SK-കാരെവിടെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉണ്ടോ? അയ്യോ, അതിൽ വളരെ നന്നായി. പേരും സ്ഥലവും. വലൈക്കും അസ്സലാം. എന്റെ പേര് ഹാഷിർ. പൂച്ചാലാണ് എന്റെ ദേശം. പോരെ. എന്റെ ചോദ്യം ഒന്നാമത്തേതായിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങൾ നേരത്തെ പറഞ്ഞു പേരോട് ഉസ്താദ് അങ്ങ് അബുദാബിയിലാണ്. ഓക്കെ, സമ്മതിച്ച് അബുദാബിയിലാണ്, ഇതുവരെ പോന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ അബുദാബിയിലേക്ക് പോകുന്നതിന് വെല്ലുവിളിച്ചത് ഹമീദ് ഫൈൽ നമ്മൾ ഉസ്താദ് അമ്പലക്കടവാണ്. ഈ അമ്പലക്കടവ് വെല്ലുവിളിച്ച കാരണത്തിനാൽ നിങ്ങളുടെ പേരോട് അങ്ങോട്ട് കയറുന്നതിന് ഒരു കത്തെങ്കിലും കൊടുത്തോ? കേവലം ഒരു കോളെങ്കിലും ചെയ്തിട്ട് വന്നോ? എന്നിട്ട് അങ്ങോട്ട് കയറിയാ പോരെ? കാരണം ഒറ്റ മിനിറ്റ് പോനെ, അത് ഞങ്ങൾക്ക് തീർത്തരാം. അമ്പലക്കടവ് ഇത് ഞങ്ങൾ ഇത് തന്നെ, അതായത് ഈ സനത് വായിച്ച അടുത്ത പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഹസ്രജിന്റെ കത്തും കൂടി വായിക്കാന്നപ്പോ നിങ്ങളാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. കാരണം എന്താണെന്നറിയോ? എന്താ, നിങ്ങളാണ് ഞങ്ങൾ അബുദാബിയിലേക്ക് ക്ഷണിച്ചത്. അബുദാബിയിലേക്ക് ക്ഷണിച്ചു എന്ന് സുഹൃത്ത് പറഞ്ഞല്ലോ. അബുദാബിയിലേക്ക് ക്ഷണിച്ചത് കത്ത് മുഖേനയാണോ അതോ പരസ്യമായ സമ്മേളനത്തിലാണോ? പറയും. എങ്ങനെയാണ്? അത് പരസ്യമായ സമ്മേളനത്തിലും പിന്നെ പത്രം മുഖേന വെല്ലുവിളിച്ചിട്ടുണ്ട്. കത്ത് മുഖേനല്ല. കത്ത് മുഖേനല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിക്കൽ പരസ്യമായിട്ട് തന്നെ, കത്ത് മുഖേനയല്ല. ഞങ്ങളെ മറുപടി എങ്ങനെയാണോ ചോദ്യം അങ്ങനെ മറുപടി. പേരോട് ഉസ്താദിനെ വെല്ലുവിളിച്ചത് ഞാൻ നേരത്തെ കേൾപ്പിച്ചു. അതുപോലെ പത്രസമ്മേളനം നടത്തി കുറ്റ്യാടിയിലെ പ്രസംഗത്തിലും പരസ്യമായി പറഞ്ഞു, നിങ്ങൾ കത്തിലൂടെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളും കത്തിലൂടെ മറുപടി പറയുമായിരുന്നു. പക്ഷേ നിങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏറെ കിട്ടണം. SKSF-കാരനെ തന്നെയാണ് കിട്ടേണ്ടത്. നിങ്ങളെ മഹാനായ ഉസ്താദിനല്ലേ. സുഹൃത്തെ ചോദിക്കട്ടെ, നിങ്ങൾ പറയണം, പേരോട് ഉസ്താദ് 10 ദിവസം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എന്തേ നിങ്ങൾ പോകാത്തത്? പറയണം. എന്തേ പോകാത്തത്? ഒന്നാമത്തേതായിട്ട് മധ്യസ്ഥം വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. മധ്യസ്ഥനായിട്ട് പോയ പോരെ? മധ്യസ്ഥനായിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മധ്യസ്ഥനായിട്ട് പറഞ്ഞ ആരാണ്? മധ്യസ്ഥനായിട്ട് പറഞ്ഞു അതൊരു പാണക്കാട് തങ്ങന്മാരിൽ ആരെങ്കിലും ഒരാളെങ്കിൽ കിട്ടൂലേ? പാണക്കാട് തങ്ങുന്ന ഒരാളെയും പിന്നെ കുഞ്ഞാലിക്കുട്ടിനെയും. അത് വേണമെങ്കിൽ എടുത്താൽ മതി. ആരെങ്കിലും ഒരാൾ കിട്ടിയാൽ ആയിക്കോട്ടെ, വേണമെങ്കിൽ എടുത്തോളാം. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ഇനി ഒരു പ്രശ്നമില്ല. പ്രശ്നമുണ്ട്. അതില്ല, അത് കഴിഞ്ഞിട്ടില്ല. പ്രശ്നം കഴിയണല്ലോ. അല്ല, ആദ്യം നമുക്ക് പോക്കൊന്ന് തീരുമാനിക്കാം. പോക്ക് തീരുമാനിക്കണമെങ്കിൽ ആദ്യം അങ്ങോട്ട് കയറി അടങ്ങി മോനെ ഒന്ന് പറയട്ടെ. ചോദ്യങ്ങൾ കഴിയാതെ വിടാൻ പാടില്ലല്ലോ. ഒന്ന് കഴിഞ്ഞിട്ടില്ല. എടുക്ക് വെല്ലുവിളി ഞാൻ കാണിച്ചതാ. 212 എടുക്ക്. നിങ്ങൾ അങ്ങനെ വെല്ലുവിളിച്ചത് കൊണ്ടാണ് നിങ്ങൾ കുടുങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ മറ്റേ സ്ഥലത്ത് വന്ന പോലെ അതേ സ്കിളപ്പുറത്തും തരും. വെല്ലുവിളിച്ചോ, നിങ്ങൾ കുടുങ്ങി. നിങ്ങൾ വായ തുറക്കുമ്പോ ശ്രദ്ധിക്കണം, ഇപ്പുറത്ത് ഞങ്ങളാണ് ഉള്ളത് എന്ന ബോധം വേണം. കണ്ടോ? അയാൾ പറയട്ടെ, കേട്ടോളൂ. പക്ഷെ അഹമ്മദ് ഹസ്രജ് മരിച്ചു പോയിട്ടില്ല, പേരോടും മരിച്ചു പോയിട്ടില്ല, നമ്മളും മരിച്ചു പോയിട്ടില്ല. അബുദാബി നിലനിൽക്കുന്നുണ്ട്. അവിടെ സമാധാന യുദ്ധമല്ല. അബുദാബിക്ക് ടിക്കറ്റും കിട്ടും. എയർ ഇന്ത്യക്ക് എന്തോ 15 മാർക്ക് സമരം ഒരുപാട് ഫ്ലൈറ്റ്, വേറെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. വിസയും പെട്ടെന്ന് കിട്ടും. പേരോടിന് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ. ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി അബുദാബി അഹമ്മദ് ഹസ്രയുടെ അടുത്ത് സ്വീകരിച്ചത് അവിടെ വെച്ച് തന്നെ, കുറ്റ്യാടിയിൽ വെച്ച് തന്നെ ഉസ്താദ് അവറുകൾ സ്വീകരിച്ചു. പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സുഹൃത്തിന് മൈക്ക് കൊടുക്ക്. ഇന്നും കൂടി സമയമുണ്ട്. ഇന്ന് പോകാൻ നിങ്ങളെ നേതാവ് ഒരുക്കമാണോ? അതെ, ഒരുക്കാണ്. പക്ഷെ വേറെ ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരുക്കമാണെങ്കിൽ ഇപ്പോൾ പുറപ്പെടണം. ഇനി സമയമില്ല, ഉടനെ ഫ്ലൈറ്റ് കാണിക്കോളൂ. ഒരുക്കമാണെങ്കിൽ
ആണെങ്കിൽ പിന്നെ വേറെ ചിന്തിക്കേണ്ടതില്ല. നാളെ മുതൽ ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കാം. ഞങ്ങളെ ഉസ്താദ് നിങ്ങളെയും കാത്ത് അബൂദാബിയിൽ ഇരിക്കുന്നു. ഇനി നിങ്ങള് ഇന്ന് ഈ ജനങ്ങൾ സാക്ഷിയാണ്. നിങ്ങളെ പേരൊന്നും കൂടി പറയും കേൾക്കട്ടെ. പേര് പറയുന്നതിന് മുമ്പ് പറയാണ്ട്, അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകണമെന്ന് പറ്റില്ലല്ലോ. പെട്ടെന്ന് കയറി പോകുന്ന പറഞ്ഞാൽ അത് ഞാനാണെങ്കിൽ ശരി, എനിക്ക് പാസ്പോർട്ട് ഇല്ല. ഒന്നാമതായിട്ട് പാസ്പോർട്ട് ഇന്നലെ കിട്ടൂല, നാളെ വൈകുന്നേരം ഇങ്ങോട്ട് പോരും ചെയ്യും. അത് പണ്ടൊരാള് പറഞ്ഞു, ഉസ്താദെ ഗൾഫ് പോകാൻ വേണ്ടി ഒന്ന് ദ്വാരക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഉള്ളത്? ഇനി 2 കാര്യം കൂടി ഒരുങ്ങിയാൽ മതി, ബാക്കിയൊക്കെ റെഡിയാണ്. അപ്പൊ ഏതാ? ഒന്ന് പാസ്പോർട്ടും മറ്റൊന്ന് വിസയും എന്ന് പറഞ്ഞ പോലെ നിങ്ങളോടല്ല പറഞ്ഞു. നിങ്ങൾ പോയിട്ട് ആവൂല. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് നോക്കാനാവോ? ആവോ? മൈക്കൊടുക്ക്. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് നോക്കാനാവോ? സനത് നോക്കാനാവും, സനത് വായിക്കാനൊക്കെ കഴിയും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് നോക്കാൻ അറിയില്ല. അത് നമ്മൾ പണ്ഡിതന്മാരുണ്ട്. അതിനൊരു കോപ്പി നിങ്ങൾ തരാൻ തയ്യാറുണ്ടോ? അതിനൊരു കോപ്പി നിങ്ങൾ തരാൻ തയ്യാറുണ്ടോ? എപ്പ തയ്യാറാണ് നിങ്ങൾ? നിങ്ങൾ തയ്യാറല്ല. എപ്പോഴും തയ്യാറാണ്. ഞാൻ തരാം. പക്ഷെ നിങ്ങളെ നേതാവിന് വിസണ്ട്. അവിടേക്ക് വിസ ഇറക്കേണ്ട ആവശ്യമില്ല. അമ്പലക്കടവിന് വിസണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് വേണേ ഞങ്ങൾ പെട്ടെന്ന് ശരിയാക്കി തരും. അല്ലേ? ശരിയാക്കി കൊടുത്ത ഓക്കെ. ഞങ്ങൾ ഇന്ന് പോകാൻ തയ്യാറുണ്ടോ? നിങ്ങൾ പറയണം. മുനവ്വറിലെ തങ്ങൾ നിങ്ങൾ അറിയിച്ചോ? മുനവ്വറിലെ തങ്ങൾ അറിയിച്ചോ? അതല്ല, കാരണം വിളിക്കുമ്പോ പറഞ്ഞത് പേര് അല്ല. അതിന് മുന്നേ ഒരു മിനിറ്റ് വാങ്ങല്ലേ? ഞങ്ങളെ മധ്യസ്ഥ അവിടെ ഞങ്ങൾ അവിടെ നിന്ന് നല്ലൊരു മധ്യസ്ഥനെ കൂട്ടിക്കോളാം. നിങ്ങളാണ് പോയി കൊടുത്താൽ മതി. അവിടെ തണ്ടല്ലോ തങ്ങന്മാര്. അത് ഞങ്ങൾ അവിടെ നിന്ന് കൂട്ടിക്കോളാം. ധൈര്യണ്ടോ? ധൈര്യമുണ്ട്. പക്ഷെ വേറെ പ്രശ്നം, അല്ലാഹു അക്ബർ. ഇനി നമുക്ക് നാളെ നോക്കാം. ഇനി നമുക്ക് നയിക്കാം സഹോദരന്മാരെ. ഈ കുട്ടി പക്ഷേ സഹോദര, ഇത് മുജാഹിദ് വെല്ലുവിളിച്ചേരാണ്. നിങ്ങൾ അമ്പലക്കടവ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പോകുന്നു. പക്ഷെ ഖിയാമത്ത് നാൾ വരെ ഈ ആവശ്യത്തിന് വേണ്ടി അബുദാബി പോയിട്ടോ. കാരണം എന്താ? ഇത് അബുദാബി പോയ തീരാൻ പാടില്ലല്ലോ ഓലെ വിഷയം. അത് തന്നെയാണ്. അൽഹംദുലില്ലാ, നിങ്ങൾ അവസാനമെങ്കിലും വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യം കിട്ടി. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? പറയും. നിങ്ങൾ പറയണേന്റെ മുന്നേ ചാടരുത്. എനിക്ക് ഒന്നാമത് പറയാനുള്ളതാ. പിന്നെ പറയണേന്റെ മുന്നേ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞാ പോരെ. മുനവ്വറലി ശിഹാബ് തങ്ങൾ നിങ്ങൾ ക്ഷണിച്ചോ? ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. മുനവ്വറലി തങ്ങളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല, 4-ാം തീയതി വരെ നിങ്ങളെ കാറ്റ് പോവാട്ടോ. ഉസ്താദ് നിങ്ങൾക്ക് വേണ്ടി സമയം നീട്ടിയിരിക്കുകയാണ്. കാരണം ഇതിപ്പോ അബുദാബിയിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഇന്റർനെറ്റിലൂടെ നമ്മളെ മലബാറും അതുപോലെ ഗ്ലോബൽ വോയിസ് രണ്ടും ഒരുപാട് ആളുകൾ എല്ലായിടത്തും. അതും അൽഹംദുലില്ലാ മുജാഹിദുകളെ വിറപ്പിച്ച കൊട്ടപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെ. ഞങ്ങൾ അപ്പൊ 4-ാം തീയതി വരെ സമയമുണ്ട്. നിങ്ങൾ റെഡിയാണോ? ഉറപ്പ് പറയണം. ഈ സമൂഹത്തിനോട് ഉറപ്പ് പറയണം. നിങ്ങൾ മുനവ്വറലി ശിഹാബ് തങ്ങളെ മധ്യസ്ഥനായിട്ട് വിളിക്കോ? ഞങ്ങൾ റെഡിയാ. മുനവ്വറലി ശിഹാബ് തങ്ങളെ അതെ നിങ്ങൾ സമ്മതിച്ചത്. നിങ്ങൾ ഇനി ഒരു മധ്യസ്ഥനില്ല, നിങ്ങളാണ് പോയിക്കോ. അവിടുന്ന് ഒരാളെ മധ്യസ്ഥൻ കൂട്ടി വേണ്ട. കാരണം നമുക്ക് മലയാളിയായ നമ്മുടെ മലയാള നാട്ടിലുള്ളതായ നമ്മൾ അംഗീകരിക്കുന്ന പാണക്കാട് മുനവ്വറലി ശിഹാബ് തങ്ങളോ അല്ലെങ്കിൽ പാണക്കാട് ഏതെങ്കിലും ഒരു തങ്ങന്മാരായാൽ മതി. ഏതെങ്കിലും തങ്ങരല്ല ശിഹാബ് കുടുംബം. തങ്ങന്മാരെ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടൂലേ? കിട്ടൂലേ? പറട്ടെ. അല്ലാതെ ഞമ്മക്ക് ഈ വിവാദം അവസാനിപ്പിക്കാൻ ഒരു തങ്ങളെ നിങ്ങൾ വിളിച്ചാൽ കിട്ടും. SKSF-ന്റെ പ്രസിഡന്റ് തങ്ങളല്ലേ? ആ തങ്ങളെ ഒന്ന് വിളിച്ചൂടെ? ഞങ്ങൾ വിളിച്ചാൽ തങ്ങന്മാരെല്ലാവരും പോരാ റെഡിയാ. പക്ഷെ വേറെ പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം തീർന്നു. അൽഹംദുലില്ലാ. വേറെ പ്രശ്നം നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരാളോടും അറിയിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് കേറിപ്പോയി അവിടെ ഇരുന്നിട്ട് ഇവിടെ അല്ലല്ല, അത് ആരോടാ പറഞ്ഞു പറയും. അത് ആരോടാ പറയും? അത് പറഞ്ഞിട്ടില്ലാന്നോ? അല്ല, ഇയാൾ കേട്ടിട്ടില്ല, നിങ്ങൾ ഉറക്കത്തില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ കോഴിക്കോട്ട് സമ്മേളനത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പേരോർ ഉസ്താദ് പറഞ്ഞു ഞാൻ നാളെ പോവാണ്. അല്ലേ? ജനങ്ങൾ സാക്ഷിയാണ്. ആരോടും പറയാതെ പോയിന്നേ. ആ കുറ്റ്യാടി എന്നും പറഞ്ഞു, പത്രസമ്മേളനത്തും പറഞ്ഞു റെഡി പോകുന്ന ദിവസം എനിക്ക് ഒഴിവുള്ള ദിവസം ടെലിഫോൺ ചെയ്തോ, വാങ്ങിക്കോ, ഞാൻ റെഡി. 5 പൈസ തരണ്ട. ഇനി വേണമെങ്കിൽ വരുന്ന 25-ാം തീയതി ഞാൻ അബുദാബിയിൽ ഉണ്ടാവും. വന്നോ? റെഡി. അടുത്ത് അങ്ങനത്തതൊന്നും വേണ്ട മോനെ. ഇനി മധ്യസ്ഥനാ വേണ്ടേ? അഹമ്മദ് ഹസ്റജിക്ക് നല്ല പരിചയമുള്ള ആളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ബാപ്പാന്റെ കൂടെ വന്ന് പാണക്കാട്ട് താമസിച്ചതാണ്.
കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിന് അറിയാം, പാണക്കാട് തങ്ങന്മാരറിയാ. മർക്കസിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരിയുടെ കൂടെ ഉസ്താദിന്റെ വണ്ടിയിൽ മർക്കസിൽ നിന്ന് പാണക്കാട് പോയിട്ട് മുനവ്വർ ശിഹാബ് തങ്ങളെയും മറ്റൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് മധ്യസ്ഥനായിട്ട് ബഹുമാനപ്പെട്ട മുനവ്വർ ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ റെഡിയാണ്. ഇനി ആരോടാ പറയേണ്ടത്? അപ്പൊ എന്താ ഈ വിവാദം അവസാനിപ്പിച്ചുകൂടാ? ഇതല്ലേ നിങ്ങളെ തീരുമാനം? അൽഹംദുലില്ലാഹ്, അതാണ് ഞങ്ങള് ആദ്യത്തെ സനദ് വായിച്ചു, അതേ സ്പീഡിൽ ഞങ്ങൾ വായിക്കാൻ ഒരുങ്ങിയത്. നിങ്ങൾ അബൂദാബിയിലേക്ക് ക്ഷണിക്കുകയും ഞങ്ങളെ ഉസ്താദ് അവിടെ കാത്തിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ അത് ഏറ്റെടുത്താൽ വിഷയം തീർന്നു. ഇനി വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അത് ഞങ്ങളൊന്ന് കാത്തിരിക്കാം. ഞങ്ങൾ കേരളക്കാരനെയാണല്ലോ. ഇൻഷാ അല്ലാഹ് കൊട്ടപ്പുറത്തു ആൾക്കാരനെ ഞങ്ങൾ നോക്കട്ടെ. 4-ാം തീയതി വരെ നിങ്ങളെ വാക്ക് നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൊട്ടപ്പുറത്തുകാർ വരാത്തവരെ പറ്റി പറയണ്ട. കാരണം കൊട്ടപ്പുറത്തുകാർ വരാത്ത എന്നോട് കുറെ സഹോദരന്മാർ കൊട്ടപ്പുറത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞു, ഈ മുഖാമുഖം വെക്കുമ്പോ, അതായത് കോഴിക്കോട് നമ്മുടെ ഒരു മുഖാമുഖം വെച്ച് അതിൽ എല്ലാവർക്കും നമ്മൾ കത്ത് കൊടുത്തു. മുജാഹിദിന് കൊടുത്ത്, നിങ്ങളെ AP സംഘടനയ്ക്ക് തന്ന് എല്ലാവർക്കും കത്ത് കൊടുത്ത്. അതിൽ 2 ആളുകൾ ഒന്നിച്ചു. പക്ഷെ ഈ കൊട്ടപ്പുറം അങ്ങാടിയിൽ മുഖാമുഖം വെക്കുമ്പോ ഏതെങ്കിലും ഒരു SKSSFന്റെ കുട്ടിക്ക് നിങ്ങൾ കത്ത് കൊടുക്കാൻ കഴിഞ്ഞോ? ചോദ്യാണ്. അതെ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിന്നോൽക്ക് അത് ഞങ്ങൾ മുഖാമുഖം വെച്ചിട്ടില്ല. ആദർശ വിശദീകരണ സമ്മേളനം ചോദ്യത്തിന്റെ അവസരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസരം എന്നാ പറഞ്ഞേ? അല്ലല്ല, നിങ്ങൾ സംശയ നിവാരണത്തിന് അവസരം കൊടുത്തിരുന്നു അവർ അവരുടെ കൊടുത്തു. ഈ കുട്ടിയെ നിങ്ങൾ സംശയ നിവാരണ, ആ കുട്ടി പറഞ്ഞു സംശയ നിവാരണത്തിന്റെ പേരാണ് മുഖാമുഖം. അത് പഠിച്ചു. അപ്പോ നിങ്ങൾ കൊടുക്കാതെയാണ് ഞങ്ങൾ വന്നത് അല്ലേ? അപ്പൊ അതിനങ്ങനെ തന്നെ എന്ന് പറഞ്ഞ പോലെ അത് അങ്ങനെ തന്നെ നിങ്ങൾ ഓരോന്ന് പെടും. എന്നിട്ട് നിങ്ങൾ തന്നെ അത് പറയും ചെയ്യും. ഇനി ഞാൻ പറയും, നിങ്ങൾ വന്നല്ലോ, ഏതായാലും ഞാൻ ചോദിക്കട്ടെ, ബെല്ലൂരിൽ കാസിമി അവറുകൾ ലേലം ചെയ്ത മുടിയുടെ സനത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ വെല്ലൂരത്തെ കാര്യങ്ങൾ എടുത്തിരണ്ട. കാരണം വെല്ലൂരത്തെ മുടി കൊണ്ടെന്ന് കേരളത്തിലെ ആളുകൾ അല്ല. പിന്നെ കാസിമി കേരളത്തിലല്ല. മുടി കൊണ്ടുവന്ന പറഞ്ഞ മുടിന്റെ വെള്ളം മതി, വെള്ളം പോരാ. കാരണം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് മുടി വെല്ലൂരത്തെ മുടി വേണോ? വെല്ലൂരിൽ അന്വേഷിക്കണോ? പക്ഷെ നിങ്ങളെ മുടിയുള്ളത് അല്ല, നിങ്ങളെ മുടിയുള്ളത് നിങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ഒരു മിനിറ്റ്, സനദില്ലാതെ നിങ്ങളൊന്നും ചെയ്യൂലല്ലോ? ഉറപ്പല്ലേ? സനദില്ലാതെ നിങ്ങൾ വല്ലതൊന്നും ചെയ്യോ? കൊടുക്കോ? സനദില്ലാതെ വല്ലതും ചെയ്യോ? സനദില്ലാതെ വല്ലതും ചെയ്യൂല, ഒന്നും ചെയ്യില്ല. അപ്പോ എങ്ങനെ നിങ്ങൾ സനത് കാണാതെ ആ വെള്ളം പോയി കൊടുക്കുന്നത്? എങ്ങനെ പറയങ്ങോട്ട് മറുപടി? സനത് കണ്ടുകണേ, അവിടെ കണ്ടുകണേ. സനത് വായിക്കും. സനദിന്റെ നിങ്ങൾ പറഞ്ഞ പോക്കറ്റിലും സനദില്ല. നിങ്ങളല്ല SKSFകാരെ എവിടെങ്കിലും വായിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതിന് SKSFകാരെ ഉറച്ചാണ് ഇവിടെ വായിക്കുന്നത്, അതിന് ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഒന്നും വേണം പറയട്ടെ, നിങ്ങൾ ആളുകൾ വരെ ആ മുടിയിട്ട വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ഇന്നോ ഇന്നലെ അവിടെയല്ല വിഷയം, അവിടെയല്ല. ഞങ്ങൾ വെല്ലൂര് മുടിനെ നിഷേധിച്ചിട്ടില്ല, ഞങ്ങളത് കുടിക്കും. അതിന്റെ സനതും ഞങ്ങളെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളൊരു കാര്യം സംശയം നിങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ അംഗീകരിച്ച കാര്യമാണ് അത് നിങ്ങൾ അംഗീകരിച്ചതല്ല. നിങ്ങൾ പറഞ്ഞത് എന്താ അറിയോ? ഒരു സനത് കാണാതെ, സനത് പൊതുജനത്തിന് മുന്നിൽ പറയാതെ ഒരു വെള്ളവും കൊടുക്കരുത്, ഒരു ബറക്കത്തും കൊടുക്കരുത്. നിങ്ങളാണെങ്കിലോ വെല്ലൂരിലെ സനത് കണ്ടിട്ടില്ല, കാണാതെ നിങ്ങൾ എന്ത് ചെയ്തു? ആ മുടിയിട്ട വെള്ളം ഇവിടെ വിതരണം ചെയ്തു. കണ്ടോ കാസിമി? എടുക്കുമോനെ, നമ്മളെ 96ാമത്തെ എടുക്ക്. കാസിമി അതാ വിതരണം. നിങ്ങളെ തെളിവില്ലാതെ നിങ്ങളാണോ? ആ സനത് നിങ്ങൾ കണ്ടിട്ടില്ല. ഇല്ലാത്ത കാര്യത്തിന് നിങ്ങൾ വെള്ളം കൊടുത്തു. മറുപടി പറയണം. വലിയ ആള് വെള്ളം സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സനദുള്ള വെള്ളം സനദുള്ള വെള്ളം ആയിക്കോട്ടെ. എവിടെ ഈ സനത്? നിങ്ങൾ വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. സനത് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കാണണ്ടേ? അവിടെയാ വിഷയം. ഞങ്ങളെ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ കണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാലേ ആ മുടി ബർക്കത്തെടുക്കാവൂന്നാ വാദിച്ചത്. അതുകൊണ്ട് തന്നെ വെല്ലൂരിലെ സനത് ഹാജരാക്കാൻ SKSSF മുഴുവനും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്.
ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഞങ്ങളെ കയ്യിലുണ്ട്. അത് വേറെ ഒരു കാര്യം. നിങ്ങൾക്ക് ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്കത് കിട്ടൂല. നിങ്ങളുടെ സംഭവം എന്താ അറിയോ? AP ഉസ്താദിന്റെ അടുത്ത് എത്തിയപ്പോ സനത് വേണം എന്ന് നിങ്ങൾ പറഞ്ഞതാണ്. പൊട്ടപ്പോയത്തമാണിത്. ഞാൻ ചോദിക്കട്ടെ,